നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്ലോകം 26. പത്രം പുഷ്പം ഫലം തോയൈ യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. നിഷ്കാമമായ പ്രേമത്തോടുകൂടി പരമാത്മാവായ എനിക്ക് ഇലയോ പൂവോ ഫലമോ ജലമോ സമർപ്പിച്ച് എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുന്ന ആ ഭക്തൻ പ്രേമപുരസരം സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യം ഞാൻ സ്വീകരിക്കുന്നു. ഒരാൾ എനിക്കൊരു ഇലയോ പൂവോ പഴമോ അല്പം വെള്ളമോ ആകട്ടെ അത് ഭക്തിപൂർവം സമർപ്പിക്കുന്നുവെങ്കിൽ ശുദ്ധമായ മനസ്സോടുകൂടി അർപ്പിച്ച ആ ഭക്തൻ്റെ കാഴ്ചദ്രവ്യം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഭഗവാനെ ആരാധിക്കാൻ വലിയ ധനമോ ആഡംബരങ്ങളോ ആവശ്യമില്ലെന്ന് ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഭഗവാൻ നോക്കുന്നത് നാം നൽകുന്ന വസ്തുവിൻ്റെ വിലയല്ല, മറിച്ച് അത് നൽകുന്ന മനസ്സിൻ്റെ ഭക്തിയാണ്. പ്രകൃതിയിൽ നിന്ന് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു തുളസിയിലയോ ചെറിയ പൂവോ കയ്യിലുള്ള ഒരു പഴമോ അതുമല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമോ ഭക്തിയോടെ നൽകിയാൽ ഭഗവാൻ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കും. ശുദ്ധമായ മനസ്സ് സമർപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അഹങ്കാരമില്ലാതെ ഭഗവാനോട് പൂർണ്ണമായ സ്നേഹത്തോടെ നൽകുന്ന എന്തിനേയും ഈശ്വരൻ അമൃതുപോലെ സ്വീകരിക്കുന്നു. നമുക്ക് കഴിയുന്ന ചെറിയ കാര്യങ്ങൾ പോലും സ്നേഹത്തോടെ ചെയ്യുക. ദൈവത്തിന് വേണ്ടത് നമ്മുടെ സമ്മാനമല്ല, നമ്മുടെ ഹൃദയമാണ്. നന്ദി.